ഈ നരകള് അവരെ കൊന്നെന്നാ തോന്നുന്നത്. അയ്യോ ചോര. മുരളി, അവൻ മരിച്ചു. അവൻ മരിച്ചു. വന്നേ. പുറമോട്ടല്ലടാ, മുമ്പോട്ട് 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 വിടാ. എനിക്ക് പേടിയാവണു ഗണപതി. മുതലാളി പേടിക്കാതെ, ഞങ്ങളല്ലേ. ഇവിടെ 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 ഇവിടെ
അവനെ പിടിക്കാനടാ. ലക്ഷ്മി അവന്റെ കൂടെ ഒളിച്ചോടി പോയിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഭഗവാനെ, എന്റെ കഷ്ടകാലത്തിനാ ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. പാറ അടിച്ചു പൊട്ടിക്കുന്ന പോലെ അല്ലയോ സാറവന്റെ തല അടിച്ചു പൊട്ടിച്ചത്. എന്തുമാത്രം ചുവന്ന കട്ട ചോരയാ പോയത്. എന്റെ ഈശ്വരാ, അവന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണേ. ആരെങ്കിലും മുട്ടുന്നു, അതിന് മുട്ടുന്നു. ഞാൻ തുറക്കാം. ഞാനാ അതെ, രക്തം പുരണ്ട തുണികളും അവന്റെ തലക്കടിച്ച കമ്പിയും ഭദ്രമായിട്ടൊരു സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട്. സമാധാനം, ഇനി പേടിക്കാനൊന്നുമില്ല. അവൻ അന്വേഷിച്ച് ബന്ധുക്കൾ ആരെങ്കിലും വന്നാലോ? എക്സ്ക്യൂസ് മീ സാർ, മണ്ടത്തരം പറയരുത്. അവന്റെ ബന്ധുക്കൾ എന്താണ് ഇങ്ങോട്ട് വരുന്നത്? ഇത് അവന്റെ അമ്മായി അച്ഛന്റെ വീടാണോ? അല്ലല്ലോ. ആരും ഒന്ന് ചോദിച്ചാലും ഇങ്ങനെ ഒരാളെ അറിയ പോലുമില്ലെന്ന് പറഞ്ഞാൽ മതി. ഡ്രൈവർ ആണെങ്കിൽ അവന് ചിലപ്പോഴൊക്കെ ബുദ്ധി വരും. ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. മുതലാളിയും കുടിക്കാതെ സാറും കുടിക്കാതെ. അയ്യടാ, നീ എങ്ങനെ കയ്യെഴുതാൻ നോക്കണ്ട. കൊല നടത്തിയ സാറാണെങ്കിലും നമുക്ക് രണ്ടുപേർക്ക് ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കുണ്ട്. ആരെങ്കിലും ഇക്കാര്യം അറിഞ്ഞാൽ നമ്മൾ 3 പേര് അകത്താകും. അവനെടുത്തോളൂ. ഉണ്ട്. ഹലോ, യെസ്, അതെ, ഉണ്ട് സാർ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മിണ്ടരുത്, നമ്മൾ അകത്താവും. ഞാൻ എന്താ പറയണ്ടേ? എന്തെങ്കിലും പറ. ഞാനാ പണിക്കർ. ഇന്നലെ രാത്രി വീട്ടിലില്ലായിരുന്നു അല്ലേ? ഇന്നലെ രാത്രി ഒരിടത്തും പോയില്ല സാർ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയാണ് സത്യം. പിന്നെ ഞാൻ ഫോൺ ചെയ്തപ്പോ നിങ്ങൾ അവിടെ ഇല്ലെന്ന് മിസ്സസ് പറഞ്ഞതോ? അത് ഞാൻ ഇന്നലെ രാത്രി കാറ്റ് കൊള്ളാൻ ടെറസിൽ കിടന്നപ്പോ ആ വിവരം ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു. എന്തിനാ പണിക്കരെ കള്ളം പറയുന്നത്? ഇന്നലെ രാത്രി നിങ്ങൾ കാറിൽ പോകുന്നത് ഞാൻ കണ്ടല്ലോ. ഞാനെല്ലാം തുറന്നു പറയാം. എനിക്കൊരു അബദ്ധം പറ്റി. ഇന്നലെ രാത്രി ഞാനൊരാളെ കാണാൻ പോവുകയായിരുന്നു. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. ഞാൻ വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് അടുത്ത മാസം 7-ാം തീയതി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. മിസ്റ്റർ പണിക്കർ ഒരു ആശംസാ പ്രസംഗം നടത്തണം. പിന്നെ അസോസിയേഷന് നല്ലൊരു തുക സംഭാവന തരണം. പിന്നെന്താ, നല്ല കാര്യല്ലേ. ഞാൻ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തയക്കാം. ഇയാളെ കൊടുത്തത്? ഇയാളാണല്ലോ സ്വന്തം ആള്. മുതലാളിയാണ് കൊല നടത്തിയതെന്ന് CI അറിഞ്ഞു അല്ലേ? അവര് തപ്പി അകത്താക്കുമോ? തന്റെ തന്തയെ തപ്പി അവരകത്താക്കും. എവിടെ പോയെന്ന് ആർക്കും ഒരു പിടിയില്ല. മിനിഞ്ഞാന്ന് വൈകുന്നേരം ഒരു പെട്ടിയെടുത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതാ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരോടും പറഞ്ഞില്ല. വീട്ടിൽ പോവുകയാണെങ്കിലും വീണു എന്നോട് പറയാതെ പോവില്ല. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുമായി മടങ്ങി വരുമെന്ന് ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞിട്ടാ പോയത്. കൂട്ടുകാരെല്ലാം കൂടി വേണുവിന്റെ നാട്ടിൽ പോയിരിക്കുക. വേണു ഇവിടെ ചെന്നിട്ടുണ്ടോന്നറിയാൻ. അവരെപ്പോ മടങ്ങി വരും? വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. പക്ഷെ ഇപ്പൊ ഇൻഫ്ലുവൻസാ പിടിച്ച് കിടക്കുകയാണ്. വേണു എവിടെ? ഏത് വേണു? ആരുടെ വേണു? എടുത്തു വേണു.
അഭിനയൊക്കെ അങ്ങ് കയ്യിലിരിക്കട്ടെ പണിക്കർ സാറേ. ഞങ്ങളുടെ കൂട്ടുകാരൻ വേണു എവിടെന്നാ ചോദിച്ചത്. ദേ എന്റെ പോക്കറ്റിൽ എടുത്തോ. നിർത്തടോ. ഈ ചിരി വേണ്ട, പിന്നെ കരച്ചിലാവും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വേണുവിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. അതറിയാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. എന്നാലേ അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല 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 അറിയില്ല. ആളെ കാണാനേ പോലീസ് സ്റ്റേഷൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്ക്. പോലീസ് സ്റ്റേഷൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്ത് എന്താ കാര്യം? തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങളോട് ഇപ്പൊ പറഞ്ഞതുപോലെ വേണുവിന്റെ ചേട്ടൻ വരുമ്പോഴും പറയണം. എടോ, ആരാ ഈ ചേട്ടൻ? സിസ്റ്റർ ആയിരിക്കും. അയ്യോ 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 എന്താടാ? എടോ പേപ്പട്ടി, നിന്ന് കിതക്കാതെ കാര്യം പറ. ചതിച്ചു മുതലേ. മരിച്ചുപോയ വേണുവിന്റെ ചേട്ടൻ. ചേട്ടൻ അവര് ഇരട്ടകളാണ്. അതിൽ ചേട്ടൻ CBI ഓഫീസറാ. അന്തരീക്ഷം അപകടരഹിതമാണ് സർ. നഗ്ന നേത്രത്തിൽ ഇവിടെ ശത്രുക്കളൊന്നും ഉള്ളതായി തോന്നുന്നില്ല. യു ക്യാൻ കം ഔട്ട് സർ. സാറിന് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ ബോംബെ ഗലിയിലേക്ക് ഫോൺ ചെയ്തൊരു വാടക കൊലയാളിയെ ഈസിയായിട്ട് സംഘടിപ്പിച്ചു തരുമായിരുന്നല്ലോ. മിണ്ടിപ്പോരുത്. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കുഴി കൊണ്ട് ചടിച്ചിട്ട് ഇപ്പൊ ബോംബെ ഗലി. എനിക്ക് കളി വരുന്നുട്ടോ. അല്ലാതെ ഒരു കൊല ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് മുതലാളി തന്നെ പറയണം. മിസ്റ്റർ പണിക്കർ അല്ലേ? അതെ. വി ആർ ഫ്രം ദ CBI. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഐ ആം CBI ഓഫീസർ കൃഷ്ണകുമാർ. ഇതെന്റെ അസിസ്റ്റന്റ് മുകുന്ദൻ. വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു അന്വേഷണത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ ഞങ്ങൾ ഇവിടെ വന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയാം? എന്തിനാണ് പറയൂ. അല്ല, പണിക്കർ സാറിന് തെറ്റുപറ്റിയതാണ്. സാറിന് അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. എന്നോടൊന്നും ചോദിച്ചില്ല. ക്ഷമിക്കണം സാർ, എനിക്കൊന്നും അറിയില്ല. വേണുഗോപാൽ എന്നൊരു വ്യക്തിയെ പരിചയമുണ്ടോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. മുകുന്ദൻ സാർ, കമൺ. 11-ാം തീയതി രാത്രി പണിക്കർ എവിടെയായിരുന്നു പറഞ്ഞത്? ഹോട്ടലിൽ. കടപ്പുറത്ത്. കൊച്ചിയിൽ. കൊച്ചിയിൽ കടപ്പുറത്തുള്ള ഹോട്ടലിൽ. പറ്റുമോ? ഞങ്ങൾ ഇനിയും വരും. CBI എന്ന് പറയുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നോട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ്. മുകുന്ദൻ, let's go. സർ, എന്റെ ജീവിതം നായയാക്കി. രക്ഷപ്പെടുത്തി. നായേ. ലക്ഷ്മി കുഞ്ഞെ, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് മോളെ. വേണു ഇനി മടങ്ങി വരുന്ന കാര്യം സംശയമാണ്.